students. I am Dr. Laya A.B., Assistant Professor of S&M Training College, Muthagunam. And today, we are going to discuss the topic School Parliament. The School Parliament is a school body for the students' self-government. It ensures the participation of students in school activities under the guidance and supervision of teachers. The student participation in school parliament inculcate democratic values in the students, and also it is an effective method of citizenship training. It provides some opportunities also. They are: it gives a platform for the students to share the responsibilities of the teachers in the proper functioning and management of the school. The students get a clear idea of the rights and responsibilities, which will help them to become a good leader as well as a dedicated follower. Next, we can pass on to the objectives of school parliament. Now, the main objective of school parliament is to provide a training in the leadership, in democracy, in citizenship, self-governance and self-discipline. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സ്കൂൾ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ അത്തരം രീതിയിലുള്ള ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് നൽകലിന്റെ ആദ്യ പടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഡെമോക്രസി ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് വലുതായി വരുമ്പോൾ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളുടെ ഒരു നല്ല ട്രെയിനിങ് ആണ് സ്കൂൾ പാർലമെന്റിലൂടെ അവന് ആദ്യകാലത്ത് തന്നെ ലഭ്യമാകുന്നത്. So thus it inculcates the values of democracy as well as multiculturalism. Then to make the students responsible, cooperative, empathetic and sensitive to all social issues. പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും നാം കൂടി ഉത്തരവാദിയാണ്, ഇത് നമ്മളെ കൂടി ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാനും സമൂഹത്തിലുണ്ടാകുന്ന വേദനകളെ നമ്മളുടെ സ്വന്തം വേദനയായി തിരിച്ചറിയാനും ഒരു എംപതിയുടെ ഐ ഹോപ്പ് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംപതി ആൻഡ് സിമ്പതി അല്ലേ. അപ്പോൾ എംപതി എന്ന് പറയുമ്പോൾ അത് നമ്മൾ മറ്റൊരാളുടെ വേദനയായിട്ടല്ല കാണുന്നത്, നമ്മളാണത് അനുഭവിക്കുന്നത്, ആ വേദന നമ്മളുടെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു എംപത്തറ്റിക് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ കണ്ട് അതിൻ്റെ ഈവൻ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ആൻഡ് ടു ഡെവലപ്പ് ആൻ അവയർനെസ് ഓഫ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി സ്റ്റുഡൻസ്. ദെൻ ടു മേക്ക് ദി സ്റ്റുഡൻസ് അവെയർ ഓഫ് ദി ഫങ്ഷനിങ് ഓഫ് പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഈവൻ കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇവിടെ പാർലമെൻ്ററി സിസ്റ്റം എങ്ങനെയാണ്, ആ ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അതിൽ നിന്നൊരാളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ പവർ എങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കുട്ടിയിൽ ജനിപ്പിക്കാൻ ഇത്തരം രീതിയിലുള്ള സ്കൂൾ പാർലമെൻറ്റിലൂടെ നമുക്ക് കഴിയും. ദെൻ ടു ഇൻസ്റ്റാൾ ദ വാല്യൂ ഓഫ് യൂണിറ്റി ആൻഡ് ഫങ്ഷൻ അക്കോർഡിംഗ്ലി. ഒരു യൂണിറ്റി, ഒരു സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അവിടെ ഒരു ഒരുമ വരികയാണ്, അവർക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനും കൂടി ഒരു സ്വരം വരികയാണ്, ആ സ്വരത്തിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ അവിടെ ഒരു ചാൻസ് വരികയാണ്. സോ ആ ഒരു യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ദി സ്റ്റുഡൻസ് ടു റേസ് ദ ക്വസ്റ്റ്യൻസ്, give their suggestions, implement their plans and discharge the duties for the benefit of school and community. പലപ്പോഴും ചിലപ്പോൾ ചില ഇൻജസ്റ്റിസിൻ്റെ കാര്യങ്ങളുണ്ടാവും, അത്തരം കാര്യങ്ങൾ എങ്ങനെ മാന്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം, അവർക്ക് അവരുടേതായ സജഷൻസ് എങ്ങനെ പറയാം, അത്തരം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ കുട്ടികൾക്ക് ഡയറക്റ്റ് അറിയാനും അതിനെ ഓവർകം ചെയ്യാനും അത്തരം പ്ലാൻസ് പിന്നീട് ഓവർകം ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അവരുടെ ഡ്യൂട്ടീസിനെ കമ്മ്യൂണിറ്റിയുടെ ആയിക്കോട്ടെ സ്കൂളിൻ്റെ ആയിക്കോട്ടെ അവരുടെയൊക്കെ ബെനിഫിറ്റിന് വേണ്ടി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കർത്തവ്യ നിർവഹണത്തിലേക്ക് അവരെ നയിക്കുന്നു. Next is the function of school parliament. So first function is to organize the activities conducted in the school like club activities, medical camps, study tours, campus beautification etc. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന പല ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലബ് ആക്ടിവിറ്റി ആകാം, മെഡിക്കൽ ക്യാമ്പ് ആകാം, സ്റ്റഡി ടൂർസ് മുതലായ ആ ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും ഓർഗനൈസ് ചെയ്യുന്നതിൽ ഒരു പങ്ക് തീർച്ചയായിട്ടും സ്കൂൾ പാർലമെൻറ്റിൻ്റെയാണ്. ആൻഡ് ഇറ്റ് പ്ലേസ് എൻ എമിനൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദി ഡിസിപ്ലിൻ ഓഫ് ദി സ്കൂൾ. പലപ്പോഴും സ്കൂൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇത്തരം രീതിയിൽ സ്കൂൾ പാർലമെൻറ്റിൻ്റെയും കൂടി ഒരു പങ്ക് അതിനകത്ത് കിട്ടുകയാണെങ്കിൽ കുട്ടികൾ വളരെ നല്ല രീതിയിൽ അതുമായി സഹകരിച്ച് പോകുന്നതായിട്ട് കാണും. കാരണം അവരത് അവരുടെ സ്വന്തം ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. സോ ഇറ്റ് മോട്ടിവേറ്റ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ.
give suggestions on the rules and regulations of the school regarding punctuality, regularity and school discipline. ഈവൻ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് ഒരു അന്യായം തോന്നുകയാണെങ്കിൽ പോലും അതിനകത്ത് ചില ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള സജഷൻസും കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത്തരം രീതിയിൽ സ്കൂൾ പാർലമെൻറ്റിലൂടെ അവതരിപ്പിക്കാവുന്നതാണ്. ആൻഡ് ദേ ഓർഗനൈസ് ആർട്സ് ഫെസ്റ്റ്, ലിറ്റററി ആക്ടിവിറ്റീസ്, സ്പോർട്സ് മീറ്റ് ആൻഡ് ടൂർണമെൻറ്റ്സ്, കോമ്പറ്റീഷൻസ്, എക്സിബിഷൻസ്, ആനുവൽ ഡേ എക്സെട്ര. ദെൻ ദേ പബ്ലിഷ് സ്കൂൾ മാഗസിൻ. സ്കൂളിൽ സ്വാഭാവികമായിട്ടും ഒരു അക്കാഡമിക് ഇയറിൽ ഇറങ്ങേണ്ട ഒരു സംഭവം തന്നെയാണ് സ്കൂൾ മാഗസിൻ എന്ന് പറയുന്നത്. ദേ ഓർഗനൈസ് ആൻഡ് പബ്ലിഷ് ദി സ്കൂൾ മാഗസിൻ. ദേ ഓർഗനൈസ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ഫെസ്റ്റിവൽസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഡേയ്സ്. അത് ഇൻഡിപെൻഡൻസ് ഡേ ആകാം, റിപ്പബ്ലിക് ഡേ ആകാം, അങ്ങനെ ഈവൻ ഇറ്റ് ക്യാൻ ബി ദ ഡേയ്സ് ഓഫ് ബർത്ത് ഡേറ്റ്സ് ഓഫ് ഗ്രേറ്റ് പേഴ്സൺസ്. അങ്ങനെ മുതൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, ഇതൊക്കെ നടക്കുന്നത് നമ്മളുടെ സ്കൂൾ പാർലമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മൾട്ടി കൾച്ചറൽ ആസ്പെക്ട്സിനെ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. Then to extend social service to the community by volunteering services and other material helps. ചിലപ്പോൾ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഹെൽപ്പ് പുറത്ത് കമ്മ്യൂണിറ്റിക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത്തരം സോഷ്യൽ സർവീസിനെ വോളണ്ടിയർ ചെയ്യാനും അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ സ്കൂൾ പാർലമെൻറ്റ് കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ആൻഡ് ഇറ്റ് അസിസ്റ്റ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദി സ്കൂൾ. അപ്പോൾ ഇത്തരം രീതിയിൽ എല്ലാ രീതിയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ കാര്യങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് ദേ അസിസ്റ്റ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദി സ്കൂൾ. നെക്സ്റ്റ് ഇസ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സ്കൂൾ പാർലമെന്റ്. ഇതിന് ഗുണങ്ങളുണ്ട്, ചിലപ്പോഴൊക്കെ ചില ദോഷങ്ങളും കണ്ടുവയ്ക്കാറുണ്ട്. ഗുണങ്ങളെ കുറിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. സ്കൂൾ പാർലമെന്റ് ഹെൽപ്പ് ദി ചിൽഡ്രൻ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി. സ്വാഭാവികമായിട്ടും പലതലത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുകയും പലതിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ഒപ്പം പലരുമായി ചേർന്ന് നിന്ന് പലപ്പോഴും ഒരു മെച്യൂർഡ് പേഴ്സൺ ആയിട്ട് മാറേണ്ടതായിട്ട് വരും. അഡ്ജസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇറ്റ് ഹെൽപ്സ് ദി ചൈൽഡ് ടു ഡെവലപ്പ് എ balanced personality. Then to meet their psychological needs such as the need for power, need for organization and need for acceptance. പലപ്പോഴും അങ്ങനെയാണ്, നമുക്ക് വലുതായി വരും തോറും വി ഹാവ് സം ക്രീസ് ഫോർ പവർ, ഓർഗനൈസേഷൻ ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം, നമുക്കൊരു പവർ വേണമെന്നൊക്കെ ചിന്ത വരും. സോ അത്തരം രീതിയിലുള്ള സൈക്കോളജിക്കൽ നീഡ്സിനെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. Then to get an experience in becoming good citizen, leader and follower by imbibing values and distributing their duties. Then to stand united by tolerating the difference of opinion. സോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എത്ര ആളുകളിൽ നിന്ന് ഉണ്ടായാലും ഇതിനൊക്കെ ശേഷം അൾട്ടിമേറ്റ്ലി വി ആർ വൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴേ ഡെവലപ്പ് ചെയ്താൽ ആക്ച്വലി ഇതൊരു സിറ്റിസൺഷിപ്പ് ട്രെയിൻ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇത് ശരിക്കൊരു ട്രെയിനിങ് തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടി വരും. Then to form a voice of unity and to give suggestions and to question injustice. കുട്ടികൾ പ്രതികരിക്കാൻ പഠിക്കണം ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇൻജസ്റ്റിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അനീതി സംഭവിക്കുന്നിടത്ത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യാനും അതിനുള്ളൊരു ശബ്ദം, അതിനുള്ളൊരു സ്വരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സ്കൂൾ പാർലമെൻറ്റ് വഴിയൊരുക്കുന്നുണ്ട്. ടു ഷെയർ ദ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദി സ്കൂൾ വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് ഏർലിയർ. പക്ഷെ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും there are some cons also. ചില നെഗറ്റീവ് വശങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. The students may take unwise decision to the lack of experience. അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ട് ഒരു പക്ഷേ ശരിയല്ലാത്ത, നീതിപൂർവമല്ലാത്ത ചില തീരുമാനങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന കൊലപാതകമൊക്കെ. അത് സ്കൂൾ തലത്തിലല്ല അത് നടന്നത്, എങ്കിൽ കൂടി അൺവൈസ് ഡിസിഷൻ, ഒരു പക്ഷേ അവരുടെ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, ഭിന്ന അഭിപ്രായങ്ങളെ സ്വീകരിക്കാനുള്ളൊരു രീതിയുടെ വ്യത്യസ്തത കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം രീതിയിലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അത് നെഗറ്റീവായിട്ട് സ്കൂൾ പാർലമെൻറ്റിനെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ആൻഡ് സം ഹെഡ് മാസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് തിങ്ക് ദാറ്റ് ദി സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് ഈസ് എ ത്രെറ്റ് ടു ദെയർ പവർ. സ്കൂൾ പാർലമെൻറ്റിന് ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും ചിന്തിക്കാറുള്ളത് അനാവശ്യമായിട്ട് ഇത്തരം ഒരു പവർ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്താൽ അത് സ്കൂൾ ഫങ്ഷനിങ്ങിനെയും അവരുടെ പവറിനെയും അത് ഒരു ഭീഷണിയായിട്ട് തന്നെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ട്. Then there are chances of undemocratic politics which may lead to chaos in the school. ഇത്തരം രീതിയിലൊരു സ്റ്റുഡൻസ് യൂണിയനൊക്കെ വന്നു കഴിയുമ്പോൾ അനാവശ്യമായിട്ട് ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതൊരു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആയിരിക്കാം സംഭവിക്കുന്നത്.
അതല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ചില പൊളിറ്റിക്കൽ ഈവൻ പാർട്ടിയുടെ ചില ഇൻഫ്ലുവൻസ് ചില സ്ഥലത്തേക്ക് കടന്നു കയറുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പം അതിനൊക്കെ നിയന്ത്രണങ്ങൾ വന്നു. പക്ഷെ പണ്ടത്തെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല. രാഷ്ട്രബോധം വേണ്ടെന്നോ രാഷ്ട്രീയ ബോധം വേണ്ടെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. രാഷ്ട്രബോധം വേണം, തീർച്ചയായിട്ടും വേണം, അതാണ് വേണ്ടത്. ഇനി രാഷ്ട്രീയ ബോധവും കുറച്ചൊക്കെ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തേക്കും കടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് സം പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ദെയർ അൺഓത്തറൈസ്ഡ് ഇൻഫ്ലുവൻസ് മേ റൂയിൻ ദ ഗുഡ് കോൺസെപ്റ്റ്സ് ഓഫ് സ്കൂൾ പാർലമെൻറ്റ്. ഈ പറഞ്ഞതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണത്. ഇത്തരം രീതിയിൽ സ്കൂൾ പാർലമെൻറ്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും കാണാറുള്ളത് ചില പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ചില ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതും അത്തരം രീതിയിൽ അത് വല്ലാത്തൊരു മോശം സ്ഥിതിയിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ച് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂൾ പാർലമെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റുഡൻസിൻ്റെ കഴിവിനെ പരിപോഷിപ്പിക്കാനും ഒപ്പം സ്റ്റുഡൻസിൻ്റെ സഹകരണത്തോടു കൂടി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷനെ നടപ്പിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ സ്കൂൾ പാർലമെന്റിലൂടെ ഡെവലപ്പ് ആകുന്നുണ്ട് എങ്കിൽ കൂടി ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അനാവശ്യ ഇൻഫ്ലുവൻസ് ചില മോശം രീതിയിലേക്ക് സ്കൂൾ പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് യൂണിയനെയോ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പൊ അത്തരം ചില മോശം ഇൻഫ്ലുവൻസുകളെ തടഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം സ്കൂൾ പാർലമെന്റിനെ മലിനീകരിക്കപ്പെടാതെ സംരക്ഷിക്കാൻ കഴിയും. So that's all for today. Thank you. And if you have any doubt, please feel free to contact me. Thank you once again.